ചെറിയൊരു വെറുപ്പിക്കലും കൊണ്ടാണ് വന്നനെ. നമ്മളെ നാട്ടിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ അത്തായക്കുന്ന് കഴിഞ്ഞ് നമ്മളെ പുഴാതി സ്കൂളിൻ്റെ താഴെ കഴിഞ്ഞാൽ നമ്മളെ കോർജാൻ സ്കൂളിൻ്റെ അടുത്ത് പുലരി ഹോട്ടൽ, അങ്ങനെ തുടങ്ങി കണ്ണൂർ കക്കാട് സ്വാമിവടം റോഡ് എത്തുന്നത് വരെ ഉള്ള റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭരണകർത്താക്കന്മാരെ പൂർവികരെ സ്മരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക. അത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ആ റോഡിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളുപ്പത്തിൽ കണ്ണൂരെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കരയുള്ള പുലുപ്പിക്കടവ് ഇക്കരയുള്ളവർ എളുപ്പത്തിൽ കണ്ണൂരെത്താൻ വേണ്ടിയിട്ടാണ് ആ റോഡ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇത് എളുപ്പത്തിൽ കണ്ണൂരേക്കല്ല പയ്യാമ്പലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴി ആയി തീരുവോ എന്നൊരു സംശയമില്ലായിരിക്കില്ല. കാരണം അത്രമാത്രം കുഴിയാണ്. ആ പുലരി ഹോട്ടൽ കഴിഞ്ഞ വാർഡ് ലെഫ്റ്റ് സൈഡിൽ അത് മഴയെല്ലാം പെയ്ത് പെട്ടെന്നൊരു ഇതിൽ യാത്രയിൽ ബൈക്കിൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്ന സ്ഥലമാണ് ആ സ്ഥലം ഉണ്ടാവുക. എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് മുന്നേ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ റെഡിമെയ്ഡ് താറെല്ലാം വരുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും. ഇപ്പോൾ ഓണാഘോഷ പരിപാടിയെല്ലാം നടക്കുന്നത് ടൗണിൽ ഗംഭീരമായിട്ട് പരിപാടി നടക്കുന്നു. ഈ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടീൻ്റെ നിന്ന് ചെറിയൊരു 10% ഫണ്ടേ വേണ്ടൂ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ശരിയാക്കി കൊടുക്കാൻ. അതിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ക്രെഡിറ്റ് കിട്ടും. ആഘോഷ പരിപാടി വേണ്ടെന്നല്ല, പക്ഷേ ആഘോഷ പരിപാടി നടത്തുന്നതിനോടൊപ്പം ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണ്ടേ. ആ സംരക്ഷണം നൽകേണ്ട ആൾക്കാർ അതിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടീൻ്റെ ആയാലും എന്തെന്നായാലും ഏതിൻ്റെ ആയാലും എതിർ പാർട്ടീൻ്റെ ആയാലും ആരായാലും അതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് പൊതുപ്രവർത്തകർ, സ്ഥാനം വഹിക്കുന്ന ആൾക്കാർ തെച്ചും അതിലൂടെ യാത്ര ചെയ്യുന്നില്ല. ഇതുവരെ ആരും പ്രതികരിക്കുന്നതായിട്ടോ കണ്ടിട്ടില്ല. എന്താ പറയേണ്ടത്? അത് ആരെങ്കിലും ചെയ്യണം. അതിലൂടെ യാത്ര ചെയ്തിട്ട് ആരെങ്കിലും ചെയ്യണം. ചെയ്യായി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ വരും പ്രതികരിക്കാനും വിമർശിക്കാനും. ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ചപ്പോഴാണ് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഇതിൽ പ്രതികരണമായിട്ട് വന്നത്. അതേ അവസ്ഥയാണ് ഉണ്ടാവുക കക്കാട് റോഡിൽ സ്വാമിവടം റോഡ് വരെ എത്തുന്നവരെ. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ മാത്രമേ ഇനി അധികാരികൾ ഉണരുമെന്നുണ്ടാവും. ആരോടാ പറയേണ്ടതല്ലോ, ആര് കേൾക്കാനാണ്?